നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, പാലക്കാട് ഇന്നലെ ഭയങ്കര നാടകീയമായ ചില രംഗങ്ങൾ കണ്ടു. ഏതാണ്ട് 10 തെരഞ്ഞെടുപ്പായി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. ആദ്യമായാണ് ഇങ്ങനെ ഒരു ആരോപണം. ഇതിനു മുമ്പ് വോട്ട് കിട്ടാനാണ് എന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വോട്ട് വാങ്ങിക്കാൻ പണം കൊടുത്തു എന്ന ആരോപണം ഉണ്ടാകുക. അപ്പോൾ ഇത് വ്യക്തമായി അറിയുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ. പിന്നെ എങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം, അല്ലെങ്കിൽ ഇത് ഈ ശോഭാ സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞ കുറേ നാളുകളായി മീഡിയ നടക്കുന്നുണ്ട്? എന്താണ് അതിൻ്റെ കാരണം? അത് മീഡിയ മാത്രമല്ല, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ശ്രീല പറഞ്ഞ വളരെ ശരിയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് 2004 മുതൽ ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പ് എന്നാ പറയുക, 10 തെരഞ്ഞെടുപ്പ്, ഇപ്പൊ അവരെല്ലാ തെരഞ്ഞെടുപ്പിലും ഒരു മത്സരിക്കുന്നുണ്ട്. വടക്കാഞ്ചേരിയിൽ നിന്ന് മത്സരിച്ച് കെ മുരളീധരൻ തോറ്റുപോയതിന് കാരണം തന്നെ ശോഭയുടെ മത്സരമാണ്. ശോഭ അന്ന് വടക്കാഞ്ചേരിയിൽ മത്സരിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ കെ മുരളീധരൻ അവിടെ അനായാസേന ജയിച്ചു പോയേനെ. എന്നാൽ മുരളീധരന് കിട്ടേണ്ട വോട്ടുകളെല്ലാമാണ് ശോഭ പിടിച്ചുകൊണ്ട് പോയത്. കുറേ LDFൻ്റെ വോട്ടും പിടിച്ചു. അതൊക്കെ പഴയ ചരിത്രം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ശോഭ പരിണിതപ്രജ്ഞയായ ഒരു രാഷ്ട്രീയക്കാരിയാണ്. തീർച്ചയായും ഒരു ഒട്ടും അറിവില്ലാത്ത, ഒരു വെറും ആവേശവും എടുത്തുചാട്ടവും മാത്രമുള്ള ഒരു രാഷ്ട്രീയക്കാരിയല്ല. വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ 25 വർഷമായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, രാഷ്ട്രീയം അറിയുന്ന, രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകൾ അറിയുന്ന, അന്തർനാടകങ്ങൾ അറിയുന്ന, അകത്തെന്നും പുറത്തെന്നും വരുന്ന ആക്രമണങ്ങളെ കൃത്യമായിട്ട് അറിയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ ശോഭ ഇങ്ങനെ ഒരു ഈ പറഞ്ഞതുപോലെ പണം കൊടുത്ത് വോട്ട് വാങ്ങുക എന്ന് പറയുന്ന മണ്ടത്തരം കാണിക്കാൻ പോകുമോ? തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഈ പറഞ്ഞതുപോലെ നാളെ വോട്ടെടുപ്പ് നടക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് പോയി കുറച്ച് കാശ് കൊടുത്ത് പിന്നെ ഈ കാശ് കൊടുത്ത് വോട്ട് വാങ്ങുന്ന പ്രവണത കേരളത്തിലുണ്ട്. 140 മണ്ഡലത്തിൽ അതുണ്ടെന്ന് തന്നെ പറയാം. അതൊക്കെ തരാതരം പോലെ കാശിനും കുപ്പിക്കും സാരിക്കും ഒക്കെ വേണ്ടിയിട്ട് സാരി വാങ്ങിക്കൊണ്ട് ചില സ്ത്രീകളുടെയൊക്കെ ഒരു രീതിയാണ്. അവർ വരുമ്പോൾ പറയും, എനിക്കൊരു സാരി വാങ്ങിച്ചു ഞാൻ വോട്ട് ചെയ്യാം എന്നിങ്ങനെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ എന്താ പറയുക, പൊതുജനം പലവിധം ആണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. പക്ഷെ ഈ മണ്ടത്തരം കാണിക്കാൻ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾ പോയി എന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണ് അരിയാഹാരം കഴിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. ഇനി ഇതിൻ്റെ ഞാൻ ഒരു മറുവശം പറയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, BJPക്ക് കുറച്ച് സീറ്റുകൾ കിട്ടി. ഈ പറഞ്ഞതുപോലെ ഒരു തൂക്കുസഭ വന്നു, ആർക്കും ഭൂരിപക്ഷം ഇല്ല. BJP അവിടെ വളരെ നിർണായകമാണ്. പിന്നെ ശ്രീലയ്ക്ക് തോന്നുന്നുണ്ടോ കോൺഗ്രസ് വോട്ട് ചോരി ആരോപിക്കുമെന്ന്? അതുപോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിക്കാൻ പറ്റുമോ കോൺഗ്രസിന്? CPMന് പറ്റുമോ? കാരണം അവർക്ക് കിട്ടിയ സീറ്റുകളും പ്രശ്നമല്ലേ. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു നിയമം 2 വർഷം മുമ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വോട്ട് ചോരിയിലേക്ക് മാറിയത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ട് വരണമെങ്കിൽ അതിന് കൃത്യമായ തെളിവ് ആരോപണം ഉന്നയിക്കുന്ന ആൾ ഹാജരാക്കണം. അതുകൊണ്ടാണ് തെളിവാണ്. അപ്പൊ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നതിൽ നിന്ന് വിട്ട് അടുത്തത് വോട്ട് ചോരിയിലേക്ക് രാഹുൽ ഗാന്ധി വന്നതിന്റെ ബേസിക് കാരണം അതാണ്. കൃത്യമായ തെളിവില്ലാതെ പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ BJPയുടെ മുന്നേറ്റത്തെ ഈ 2 മുന്നണികൾക്കും, പ്രത്യേകിച്ച് കോൺഗ്രസ്സിന്, കാരണം കോൺഗ്രസ്സിന് ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഒരു എഡ്ജുണ്ട്, UDFന് ഒരു മേൽക്കൈയുണ്ട്. കാരണം എന്താ? ഭരണവിരുദ്ധ വികാരം. സ്വാഭാവികമാണ്. 10 വർഷം തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഏത് സർക്കാരിനെതിരെയും ജനങ്ങൾക്കൊരു വികാരം ഉണ്ടാവും. അതാണല്ലോ നരേന്ദ്രമോദി അബ് കി ബാർ 400 എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് 242 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നില്ലേ. അപ്പോൾ ഇത് സ്വാഭാവികമാണ്. ഇതൊന്നും നമുക്ക് തടയാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താവ് എന്ന് പറയുന്നത് UDF ആണ്, കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ്സിന് കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് BJP വന്നിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസും BJPയും 2 ദേശീയ പാർട്ടികൾ പരസ്പരം ഏറ്റുമുട്ടുന്നു. അതിൽ അതികായനായ മഹാമിടുക്കനായ നരേന്ദ്രമോദി നയിക്കുന്ന BJP ഒരു പണത്തൂക്കം മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട് BJPക്ക് കേരളത്തിൽ ചില ഗുണങ്ങളും ഉണ്ടാവും. ഇത് കോൺഗ്രസ്സിന് നന്നായിട്ട് അറിയാം. അപ്പോൾ BJPയെ എവിടെയെങ്കിലും ഒന്ന് താറടിച്ച് കാണിക്കണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ ഫലമൊക്കെ പുറത്ത് വന്നിട്ട് വോട്ട് ചോരി പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് വരുത്തി എന്ന് പറയാൻ പറ്റില്ല.
ഇതല്ല. ഞാനും ഇപ്പൊ ഇന്ന് രാവിലെ പോയി വോട്ട് ചെയ്തു. വളരെ കൃത്യമായിട്ട് ഞാൻ ഏത് സ്ഥാനാർത്ഥിക്കാണോ വോട്ട് കൊടുത്തത് കാണാൻ പറ്റും. അത് കൃത്യമായിട്ട് അവിടെ വിവിപാറ്റിൽ കണ്ടു. ഞാൻ ബോധ്യപ്പെട്ടു. അത് മാത്രമല്ല, ഇവർ പറയുന്നതിൽ ഒരു കള്ളത്തരം, നമ്മൾ ചിഹ്നത്തിനല്ല വോട്ട് ചെയ്യുന്നത്. ചില സമയത്ത് പറയാം അരിവാളിന് കുറ്റുമ്പോൾ താമരയ്ക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് നോക്കി മനസ്സിലാക്കാനുള്ള സംവിധാനമുണ്ട്. ഞാൻ നോക്കി ചെയ്ത സ്ഥാനാർത്ഥിക്കാണോ പോയിട്ടുള്ളതെന്ന് വളരെ കൃത്യമായി നോക്കിക്കണ്ട് മനസ്സിലാക്കി. അതിന്റെ അടുത്ത് തന്നെ നമ്മൾ ഏത് സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്തത്, നമ്മൾ ഇവിടെ ഇത് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അവിടെ റെഡ് ലൈറ്റ് കത്തും. ഇപ്പുറത്ത് വിവിപാറ്റിൽ ചിഹ്നം മാത്രമല്ല ആളിന്റെ പേര് വരെ വരികയാണ്. അപ്പൊ ഇത്രയും ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അത് ചെക്ക് ചെയ്തിട്ട് ഞാനത് ചെക്ക് ചെയ്തിട്ട് ഇനി എന്റെ വോട്ട് മാറിയാൽ ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കും. തീർച്ചയായും അത് എന്റെ അവകാശമാണ്. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എന്റെ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യങ്ങളിൽ ഒന്നാണ് എന്റെ വോട്ടവകാശം. അത് വിട്ടുകൊടുത്തുള്ള ഒരു കളിയും ആരോടും ഇല്ല. ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഇതൊന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറയാൻ പറ്റില്ല. പിന്നെ പറയാം എങ്ങനെ മാത്രമല്ല, ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭരണപക്ഷം പ്രതിപക്ഷത്തെയും പ്രതിപക്ഷം ഭരണപക്ഷത്തെയും ആക്രമിക്കും. ഭരണവിരുദ്ധ വികാരങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് സാധാരണഗതിയിലുണ്ട്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരങ്ങൾ എന്ന് പറയുന്ന ഒരു സാധനം പ്രതിപക്ഷം ചർച്ച ചെയ്തിട്ടേ ഇല്ല. അത് ചെയ്യാതെ രണ്ടു കൂട്ടരും ചേർന്ന് BJP ആക്രമിക്കുകയായിരുന്നു. അവിടെയാണ് അതായത് രണ്ടുപേരുടെയും ടാർഗറ്റ് BJP ആയിരുന്നു. രണ്ടുപേരും BJPയിൽ വർഗീയത ആരോപിച്ചുകൊണ്ട് BJPയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു. VD സതീശൻ തുടക്കം തൊട്ട് പറഞ്ഞ എന്താണ്, 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും മതേതരത്വം കൈവിടില്ല എന്നാണ്. ഈ LDF എന്താണ് പറഞ്ഞത്? LDF ഈ ജമാഅത്ത് ഇസ്ലാമിയെ പേരിന് ആക്രമിക്കുന്നുണ്ടെങ്കിലും പ്രധാന ശത്രു BJP സംഘപരിവാറാണ്. കാരണം ന്യൂനപക്ഷ വോട്ടെന്ന് പറയുന്നത് ഒരു സംഘടിത വോട്ടാണ്. അതുകൊണ്ട് അത് ഒരുമിച്ചിങ്ങ് ഒഴുകി വരുന്നെങ്കിൽ, പണ്ട് പൗരത്വ നിയമ ഭേദഗതി പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് വോട്ട് വാങ്ങിച്ചല്ലോ. മുസ്ലിങ്ങളോട് മുഴുവനും പറഞ്ഞത് നിങ്ങളുടെ എല്ലാം പൗരത്വം പോയി, നിങ്ങളെല്ലാം 2ാം തരം പൗരന്മാരാക്കും, നരേന്ദ്രമോദി നിങ്ങളെല്ലാം പിന്നെ പാർശ്വവൽക്കരിക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് നിങ്ങളെല്ലാം കൊന്ന് കറി വെച്ച് കഴിക്കുമെന്ന് മാത്രം പറഞ്ഞില്ല, ബാക്കിയെല്ലാം പറഞ്ഞു. പാവപ്പെട്ട ആൾക്കാർ പേടിച്ചു പോയി 2021. അതുകൊണ്ടാണ് തുടർഭരണം സാധ്യമായത്. പാർട്ടി വോട്ടും പ്ലസ് ഈ ന്യൂനപക്ഷ വോട്ടും കൂടെ കിട്ടി. ക്രിസ്ത്യൻസും ഭയന്നു പോയി. കാരണം അവർ ഇന്ന് മുസ്ലിമെങ്കിൽ നാളെ എന്താ ഇല്ല, ഇവന്മാർ പ്രചരിപ്പിക്കുന്ന അങ്ങനെയാണല്ലോ. ഗുരുജി ഗോൾവൽക്കറുടെ പുസ്തകത്തിൽ വിചാരധാരയിൽ പറഞ്ഞിട്ടുണ്ട് 3 ആഭ്യന്തര ശത്രുക്കൾ, 1 മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകാർ. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിരന്തരം ചർച്ചകളിൽ ഇതെടുത്ത് പയറ്റി ആൾക്കാരെ പറഞ്ഞ് പേടിപ്പിച്ച് പക്ഷേ ഈ പറഞ്ഞു പറ്റിക്കൽ പണ്ടത്തെ പോലെ നടക്കുന്നില്ല. പണ്ട് പേരിന് മാത്രം ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ സ്വരം മാത്രം, അതായത് ഇടതുപക്ഷത്തിന്റെ സ്വരമായിരുന്നു കേരളത്തിലെ ചാനലുകളിലൂടെ കേട്ടിരുന്നത്. ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ സ്വരമാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയ ഫലപ്രദമായതോടുകൂടി സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവസരം കിട്ടിയതോടുകൂടിയാണ്. ഞാനതിന് പൊതുവെ പറയാറുള്ളത് എന്താണെന്നറിയാമോ, ഗർഭസത്യാഗ്രഹം എല്ലാ കാലത്തും വിജയിക്കില്ല. CPM വളരെ പണ്ട് തൊട്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിക്കൊണ്ടിരുന്ന കൊള്ളാവുന്ന വീടുകളിലെ ചെറുപ്പക്കാരെ, ആ കുടുംബത്തെ, ആ തറവാടിനെ ഒക്കെ നാറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ് ഈ ഗർഭസത്യാഗ്രഹം. ഏതെങ്കിലും ഒരു പാവപ്പെട്ട സ്ത്രീയെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുവന്ന് ഇവക്ക് ഗർഭമുണ്ടെന്നോ അത് ഈ വീട്ടിലെ ഇന്ന ആളാണ് ഉത്തരവാദി എന്നും പറഞ്ഞൊരു സമരം, കുടില് കെട്ടി സമരം തുടങ്ങും. ഇത് നമ്മൾ ഒരുപാട് കണ്ടതാണ്. മധ്യ കേരളത്തിൽ, ആലപ്പുഴയിൽ, പത്തനംതിട്ടയിൽ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഒരു വലിയ കേസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുപോലെ രസകര, PC ജോർജിനെതിരെ ഒരു സ്ത്രീ ഇതേപോലെ PC ജോർജിന്റെ കല്യാണം ഉറച്ചിരുന്നപ്പോൾ ഒരു കുട്ടിയെ കൊണ്ട് വരുന്നു. പക്ഷേ PC ജോർജ് ഇതിൽ വശപ്പെടാതെ കേസ് നടത്തുന്നു. കേസിൽ ഈ സ്ത്രീയെ ശിക്ഷിച്ച്, സ്ത്രീയോട് 10,000 രൂപയും കണ്ടെന്ന് ശിക്ഷിച്ച ഏക കേസ്. ഇത്രയും കാലത്തെ ചരിത്രത്തിനിടയിൽ ഒരു കേസ് അങ്ങനെയാണ്. അതെനിക്കൊന്നും ആർക്കും അധികം അറിയില്ല. അല്ല, അങ്ങനത്തെ കേസുണ്ട്. ഞാൻ പറഞ്ഞു വന്ന അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ വർഗീയ കാർഡ് BJPക്കെതിരെ രണ്ടുപേരും കാര്യമായിട്ട് ഉപയോഗിച്ചു. തീർച്ചയായും. പക്ഷേ വെൽഫെയർ പാർട്ടി എല്ലാത്തിനെയും എന്താ സംഭവിച്ചതെന്നറിയാമോ? കേരളത്തിൽ പതിവില്ലാത്ത വണ്ണം ഹിന്ദു ഏകീകരണം സംഭവിച്ചു. നമ്മളെ നായർ ഏകീകരണം, ഈഴവ ഏകീകരണം, പട്ടികജാതി ഏകീകരണം എന്നൊക്കെ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതല്ല, ഹിന്ദു ഏകീകരണം സംഭവിച്ചു. അതിന്റെ ഏറ്റവും നല്ല തെളിവ് ആ മാമാങ്കം നടന്നില്ലേ? എത്ര പ്രൊപ്പഗാൻഡ നടത്തി. പക്ഷെ അതിന് എന്തൊരു വലിയ വിജയമാണ് അല്ലെ? ഞാൻ പറയുന്ന ഹിന്ദു സംഘടനകൾ പോലും വലിയ ആവേശമൊന്നും കാണിച്ചില്ല.
ഒരു ഉത്സവം നടക്കുന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ആറ്റുകാൽ പൊങ്കാല തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ കണ്ണൂരുള്ള ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനാ പ്രവർത്തകന് അതൊരു വലിയ വിഷയമല്ല. ആറ്റുകാൽ പൊങ്കാല, ഓ കൊള്ളാം, നല്ലത്, അപ്പോൾ പറ്റിയാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോയി പൊങ്കാല ഇടട്ടെ, ടിക്കറ്റ് ഒക്കെ എടുത്തു കൊടുക്കും, കൊണ്ടുവന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കയറ്റി വിടും, അല്ലെങ്കിൽ അവിടെ തിരുവനന്തപുരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏർപ്പാട് ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷേ ഇത് മാമാങ്കം അങ്ങനെ ആയിരുന്നില്ല. അതിന് വലിയ സ്വീകാര്യത കിട്ടി. അത് മാത്രമല്ല, തദ്ദേശീയരായ ആൾക്കാർ ജാതിമത ഭേദമന്യേ അതിനോട് സഹകരിച്ചു. ഒരു ഉത്സവമാണ് എന്ന ഒരു നമ്മുടെ നാട്ടിൽ നടക്കുന്ന, അത് ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, മുസ്ലിം ആകട്ടെ, ഒരു ഉത്സവം നടക്കുന്നു, നമ്മളും അതിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ, അതായത് പണ്ട് നമ്മുടെ നാട്ടിൽ നടന്നിരുന്നതാണ്, അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പുതിയ പതിപ്പ് ഇതാ വരികയാണ്. അപ്പം ജനം സഹകരിച്ചു. ഇത് സത്യത്തിൽ ഈ ഇടതുമുന്നണിയും വലതുമുന്നണിയും വലിയ ബുദ്ധിമുട്ടിലാക്കി, അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. കാരണം ഇങ്ങനെ ഹിന്ദുക്കൾ സംഘടിക്കും എന്ന് വിചാരിച്ചില്ല. ഇത് വോട്ടായി മാറുമെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയ ആൾക്കാർ ഒന്ന് പിണറായി വിജയനും മറ്റൊന്ന് വി ഡി സതീശനുമാണ്. അപ്പോൾ പക്ഷെ ഇത് ബി ജെ പിക്കാർക്ക് എത്ര മനസ്സിലായി എന്ന് എനിക്കറിയില്ല. അവര് വികസനമൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദി അതൊക്കെ പറഞ്ഞാണ് അവർ വോട്ട് ചോദിച്ചത്. നാട്ടിലെ പക്ഷെ അതിലൊരു കാര്യം, ഞാൻ ഈ അടുത്ത ദിവസം ഗുരുവായൂർ പോയിരുന്നു. അപ്പോൾ ഞാൻ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരാൾ എന്നെ വന്ന് പരിചയപ്പെടുകയാണ്. തലേ ദിവസം വൈകുന്നേരം മുതൽ ഗോപാലകൃഷ്ണനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് പുള്ളി പറഞ്ഞത്. ഞാൻ സംസാരിച്ചു. അയാൾ മാന്നാർ, എൻ്റെ വീടിനടുത്തുള്ള ആളാണ്. ഞാൻ ഇങ്ങനെ സംസാരിച്ചു. വീടിനടുത്തെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഒരു 10-15 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ആളാണ്. അപ്പം ഞാൻ ചെങ്ങന്നൂരുകാരിയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുകൂടെ സംസാരിച്ചപ്പോൾ പുള്ളി തലേ ദിവസം മുതൽ ഗോപാലകൃഷ്ണനെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം, അതായത് പുള്ളി പറഞ്ഞത് ഹിന്ദു എന്ന ആ വാക്ക് അദ്ദേഹം ഉച്ചരിച്ചത്, ആ സംസ്കാരത്തെ പറ്റി പറഞ്ഞത്, ആ ധൈര്യം കാണിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി കാത്തിരുന്ന ഒരാളാണ്. പിറ്റേന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 3 മണിക്കാണ് ഞാൻ ഇയാളെ കാണുന്നത്. അയാൾ തലേ ദിവസം മുതൽ അവിടെ വന്നിരിക്കുകയാണ് കാണാൻ വേണ്ടി. ഞാൻ അതിശയപ്പെട്ടു കേട്ടോ, വളരെ എനിക്ക് ഭയങ്കര ഒരുപാട് പേരെ ഞങ്ങൾ. അത് പൂരിപ്പിക്കാൻ ഞാനൊരു ഘടകം കൂടി പറയാം. തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് മറ്റേ കാന്തപുരത്തിന്റെ യാത്രയിലൊക്കെ പങ്കെടുത്ത് സഖാവ് പിണറായി വിജയനും വി ഡി സതീശനും പറഞ്ഞ മതേതരത്വ വർത്തമാനവും ഒക്കെ കേട്ടല്ലോ. അതേ വി ഡി സതീശൻ അവസാന ഘട്ടത്തിൽ പറഞ്ഞ് ഞാൻ ഹിന്ദുത്വത്തിനെതിരല്ല, ഹിന്ദുവിനെതിരല്ല. മാത്രമല്ല രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറയുന്നത് ഞാൻ ഹിന്ദുവാണ്. രമേശ് ചെന്നിത്തല ഹിന്ദു അല്ലാന്ന് പറയുന്നു. പക്ഷെ അത് ഹിന്ദു അവർക്കെല്ലാം ഇത് പറയേണ്ടി വന്നു. ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുവാണ്, ഉറക്കെ പറയേണ്ടി വരുന്ന ആവർത്തിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഏറ്റവും വലിയ. അതായത് ഹിന്ദുക്കൾ അവരുടെ ശക്തി മനസ്സിലാക്കി. ഐഡന്റിറ്റി ഇവിടെ ഈ ന്യൂനപക്ഷ പ്രീണനം നടത്തി ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വഞ്ചിച്ചുകൊണ്ട്. മാത്രമല്ല കടകംപള്ളിക്കുണ്ടായ മാറ്റം എന്നാണ്. സത്യം പറഞ്ഞ എനിക്ക് വലിയ അത്ഭുതം തോന്നി. കടകംപള്ളി പരസ്യമായിട്ട് പറയുന്നത് റിപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ. കടകംപള്ളി പറയാണ്, എന്റെയും എൻ്റെ പാർട്ടിയുടെയും നിലപാട് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം എന്നുള്ളതാണ്. ആ കടകംപള്ളി ഇന്ന് പറയുന്നത് അയ്യോ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം, തന്ത്രിയും പണ്ഡിതന്മാരും ഒക്കെ ചേർന്ന് തീരുമാനിക്കട്ടെ, ഞങ്ങൾക്കതിൽ എന്ത് കാര്യം. അത് തന്നെയല്ല, ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് ആനേറയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആ വിവാദത്തിലും കടകംപള്ളി ദേവി അതിന് കൊടുത്തോളൂ, ഭദ്രകാളി ശപിക്കും, ഭദ്രകാളി വെറുതെ വിടില്ല, ജനൻ ടിവിയുടെ ലേഖകനെ ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു അല്ലേ. ഈ മാറ്റം നല്ലതാണ് ഈ രാഷ്ട്രീയക്കാർക്കല്ല. അതായത് ആർക്കും കൊട്ടാവുന്ന ഒരു ചെണ്ടയല്ല ഹിന്ദു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. എനിക്ക് വെള്ളാപ്പള്ളി നടേശനോട് അങ്ങേയറ്റം നന്ദി തോന്നുന്ന ഒരു കാര്യം, അദ്ദേഹത്തിനോട് ബഹുമാനം തോന്നുന്ന ഒരു കാര്യം അതാണ്. നായാടി മുതൽ നമ്പൂതിരി വരെ വളരെ കൃത്യമായിട്ടൊരു ഐക്യം, ഹിന്ദു ഐക്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം ആരെ ജയിപ്പിക്കണം, ആരെ തോൽപ്പിക്കണം. അതനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കും. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പണം കൊടുത്ത് വോട്ട് വാങ്ങിച്ചെന്നോ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തിയെന്നോ, വോട്ട് ചോരി, വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വരുത്തിയെന്നോ, നമ്മളിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വോട്ടിംഗ് ശതമാനം എത്ര കണ്ട് വർദ്ധിച്ചിരിക്കുന്നു. നന്ദി പറയേണ്ടത് SIR-നോടാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ്, സുപ്രീം കോടതിയോടാണ്. കാരണം ഈ SIR ഇപ്പോൾ നടപ്പാക്കിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും കള്ളവോട്ട് ഇവിടെ നിർബാധം നടന്നേനെ. തീർച്ചയായും വോട്ട് ഇരട്ടിപ്പ്, അതുപോലെ തന്നെ മരിച്ചുപോയവർ വന്ന് വോട്ട് ചെയ്യുന്നത്, ഇതെല്ലാം കണ്ണൂർ ഇതൊക്കെ നടക്കുമായിരിക്കും. ഇതൊക്കെ കണ്ണൂർ മാത്രമല്ല ശ്രീലേ, ഇത് ലേബർ ഡിപ്പാർട്ട്മെന്റിലെ പല സ്ഥലത്ത് ഇത് നടക്കുന്നുണ്ട്. നിയമത്ത് പോലും ഡിപ്ലോയ് ചെയ്തേക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
മാത്രമല്ല ഇവർ വേറൊരു തട്ടിപ്പ് നടത്തി എനിക്ക് തോന്നുന്നു ഈ ഹോം വോട്ടുകളെ സംബന്ധിച്ച് ബ്രാഞ്ച് സെക്രട്ടറി അവിടെ നിർബന്ധമായി ഉണ്ടാകണം. എന്തിനാണ് ബ്രാഞ്ച് സെക്രട്ടറി വീട്ടിൽ കയറി വരുന്നത്? എന്റെ വീട്ടിലാണ് കയറി വരുന്നെങ്കിൽ ഞാൻ പറയും ബ്രാഞ്ച് സെക്രട്ടറി വീട്ടിൽ പോ, ഞാൻ വോട്ട് ചെയ്തോളാം. ഏജന്റുമാര് വരട്ടെ, നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ 3 രാഷ്ട്രീയ പാർട്ടികളുടെയോ 4 രാഷ്ട്രീയ പാർട്ടികളുടെയോ ആള് വന്നോട്ടെ, ഏജന്റുമാര് വന്നോട്ടെ, ബ്രാഞ്ച് സെക്രട്ടറി അവിടെയാണ്. അപ്പൊ ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് CPM നടത്തിക്കൊണ്ടിരുന്ന ഈ വോട്ട് തിരിമറി എന്ന് തന്നെ പറയണം. അതിനെല്ലാം മസ്തകത്തിൽ തന്നെ അടി കിട്ടിയിരിക്കുകയാണ്. അത് എന്നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ്, ഞാൻ മൊത്തം രാജ്യത്തിൻ്റെ കാര്യത്തിൽ പറയുന്നില്ല, പക്ഷെ കേരളത്തിൽ ബംഗാളിൽ ഒക്കെ ഒരു വലിയ വഴിത്തിരിവാണ്. ബംഗാളിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, 91 ലക്ഷം വോട്ടർമാരെയാണ് നീക്കം ചെയ്തത്. കേരളത്തിലും അത്ര മോശമൊന്നും അല്ല സംഖ്യ. എന്നിട്ട് എത്ര പരാതി ഉയർന്നു. ഈ പറഞ്ഞ പോലെ സ്വാഭാവികമാണ്, തെറ്റുകൾ സംഭവിക്കും, ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാകും, അതൊക്കെ തിരുത്താവുന്നതാണ്. അതല്ലാതെ കാതലായ ഒരു പരാതി ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പരാതിയുമായിട്ട് CPM പോയി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വൈഷ്ണവ് സുരേഷ് ആ കൊച്ചിനെ ഭംഗിയായിട്ട് നല്ല ഭൂരിപക്ഷം ജയിപ്പിച്ച് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാക്കി. അതെ, നല്ല നേതാവായി തീരട്ടെ, നല്ല ഭാവി അതിനുണ്ടാകട്ടെ. അല്ല, CPM ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ശോഭാ സുരേന്ദ്രനെ ഏതെങ്കിലും വിധത്തിൽ പിടിച്ചു കെട്ടാമെന്ന് ഉദ്ദേശിച്ച് ആരെങ്കിലും, ഒരു പക്ഷേ ശോഭയ്ക്ക് ഇത് ഗുണമാകുമെന്നാണ്. ശോഭയ്ക്ക് ഇത് കാരണം എന്താ വെച്ചാൽ നാട്ടുകാരെ 4000 രൂപ 5000 രൂപ അവരുടെ കയ്യിൽ 4000 രൂപ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ മരുന്നിന് ചോദിച്ചാൽ 4000 രൂപ കൊടുക്കുന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ അത് പരിഗണന അവർക്ക് കിട്ടും, സാധാരണക്കാരുടെ ഇടയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ശോഭാ സുരേന്ദ്രൻ ഈ പണം കൊടുത്ത് വോട്ട് വാങ്ങിച്ചു എന്നൊക്കെ പറയുന്ന ഈ ആക്ഷേപം അവർക്ക് ഒരു എന്താ പറയുക, അവരോടൊരു സഹതാപം തോന്നുന്ന അവസ്ഥയിലേക്ക് മാറി. ഇപ്പോൾ BJP അവിടെ പരമാവധി പിടിച്ചത് 50,000 വോട്ടാണ്. 50,000 ചില്ലാൻ വോട്ട് ശ്രീധരൻ സാറ് പിടിച്ചതാണ്. ഒരു 56,000-58,000 വോട്ട് അവിടെ കിട്ടിയാൽ സുഖമായിട്ട് ജയിക്കാം. ഇപ്പോൾ സത്യത്തിൽ ഈ 4,000-ൻ്റെ ഈ കണക്ക് കൊണ്ടുവന്ന് ഈ നാടകം നടത്തിയവർ ചെയ്തിരിക്കുന്ന അബദ്ധം ശോഭയ്ക്കൊരു 10,000 വോട്ട് കൂടുതൽ കിട്ടുന്ന സാഹചര്യത്തിലേക്ക് ഇത് വളമാകുമോ എന്നുള്ളതാണ്. എന്തായാലും മെയ് 4-ന് പെട്ടി പൊട്ടിക്കുമ്പോൾ നമുക്കറിയാം വാസ്തവം എന്താണെന്ന്. ആര് ജയിക്കും, ആര് തോക്കും, നാടകം. എനിക്ക് തോന്നുന്നു സാധാരണഗതിയിലേ ഈ പാലക്കാടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. പിരായിരി പോലുള്ള സ്ഥലത്ത് വരുമ്പോൾ അവർ ഈ ഏകീകൃതമായി വോട്ട് ചെയ്യുന്നവരാണ്. ഇത്തവണ ശോഭാ സുരേന്ദ്രന്റെ വിഷ്വലുകളിലൊക്കെ അവിടെ നിന്നുള്ള മുസ്ലിം സ്ത്രീകളൊക്കെ വന്ന് ഇപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. മുത്തലാഖ് നിരോധിച്ചതോടുകൂടി പല സ്ത്രീകൾക്ക്, എന്നോട് പല സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് അത് മോദി ചെയ്ത പ്രബുദ്ധ കേരളത്തിൽ തന്നെ ഇവിടെയൊക്കെയുള്ള പല സ്ത്രീകളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് വളരെ നല്ല തീരുമാനമാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നല്ല തീരുമാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരം സ്ത്രീകൾ കൂടി ഇത്തവണത്തെ ചില വിഷ്വൽസിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വന്ന് സ്ത്രീകൾ കയ്യിൽ പിടിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ. എനിക്കൊന്ന് ആദ്യം വരെ വിരൽ പിടിപ്പിച്ചോ കോൺഗ്രസ്സുകാരെ എന്ന സംശയം. കോൺഗ്രസിന് വലിയ ഭയം അവിടെ പാലക്കാട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒന്നിനു പുറകെ ഒന്നായി സ്ത്രീ വിഷയങ്ങൾ ഉണ്ടായ ഒരു സ്ഥലമാണ്. പിന്നെ ഇപ്പോ രാഹുൽ ചർച്ച ചെയ്യപ്പെടും, അതെല്ലാം ചർച്ച ചെയ്യപ്പെടും. ഞാൻ പറയണ അതെല്ലാം അങ്ങ് വോട്ടായി മാറുമെന്നല്ല, പക്ഷെ അതൊക്കെ മണ്ഡലത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടു. അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ അത് തോറ്റാലും വലിയ പ്രശ്നമാണ്, ജയിച്ചാലും പ്രശ്നമാണ്. അപ്പോൾ ഇനി പെട്ടി പൊട്ടിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് സംഭവിക്കുക. എന്തായാലും ഈ നാടകം പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് സത്യം. അതെ, തീർച്ചയായും നാടകം പൊളിഞ്ഞത് വലിയ ഡാമേജ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ.